സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്രെയിൻ ബി സൊല്യൂഷൻസ് എന്ന കമ്പനിയെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പേര് ഫസ്റ്റ് ക്രൈ എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ക്രൈയെ പറ്റിയാണ്. എൻ്റെ പേര് രാജേഷ് എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത് മുതൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ രീതിയിൽ ലോസ് ഉണ്ടാക്കി കൊടുത്തൊരു കമ്പനിയാണ് ഫസ്റ്റ് ക്രൈ. ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ കമ്പനി ഫ്യൂച്ചറിലൊരു മൾട്ടി ബാഗറാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതൊരു പൊളിഞ്ഞു പോകുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ക്രൈയുടെ ബിസിനസ് എന്താണ്, ഭാവിയിൽ ഒരു പ്രോഫിറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടോ അപ്പം എന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായി കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നോക്കാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പാരൻസിൻ്റെ ഏറ്റവും വലിയ ചിന്ത കുഞ്ഞിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണമെന്നാണ്. ഒരു കളിപ്പാട്ടം വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാലും അത് വില നോക്കാതെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നായിരിക്കും പാരൻസ് ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു ചിന്തയാണ് തങ്ങളുടെ ബിസിനസ്സിൻ്റെ കോർ ഐഡിയ ആയിട്ട് ഫസ്റ്റ് ക്രൈ ഉപയോഗിക്കുന്നത്. 2010 തുടങ്ങിയ ഒരു കമ്പനിയാണ് ഫസ്റ്റ് ക്രൈ. ഇന്ത്യയിലെ ബേബി പ്രോഡക്ട്സ് എല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമാക്കി കൊണ്ടുവരിക എന്നായിരുന്നു അവരുടെ ചിന്ത. കമ്പനിക്ക് ഓൺലൈൻ സ്റ്റോറുണ്ട്, ഓഫ്ലൈൻ സ്റ്റോറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആമസോൺ പോലെ ഫ്ലിപ്കാർട്ട് പോലെയൊക്കെ ഒരു മാർക്കറ്റ് പ്ലേസ് മാത്രമല്ല, സ്വന്തം ബ്രാൻഡിൽ പ്രോഡക്റ്റുകൾ അവർ വിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർജിനും കൂടി കമ്പനിക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇന്ത്യയിലെ പോപ്പുലേഷൻ വലുതായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയൊരു ബേബി പ്രോഡക്റ്റ് മാർക്കറ്റുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ക്രൈക്ക് വളരെ ബെനിഫിറ്റാണ്. മാത്രമല്ല കമ്പനിയുടെ റവന്യൂ ലാസ്റ്റ് ഇയർ ഏകദേശം 8,000 കോടി ക്രോസ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കമ്പനി റവന്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ് ഗ്രോത്തും ഉണ്ട്. ഇന്ത്യയിലെ സിറ്റികളിലാണ് അവർക്ക് കൂടുതലും ബിസിനസ് ഉള്ളത്. കമ്പനിക്ക് ഇപ്പോൾ ഉള്ളൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, റവന്യൂ കൂടുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റ് കൂടുന്നില്ല. കമ്പനി ഇപ്പോഴും പ്രോഫിറ്റിലല്ല. റവന്യൂ ഇൻക്രീസ് ആയാലും നെറ്റ് ലോസിൽ തന്നെ തുടരുകയാണ്. അതൊക്കെ അതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹെവി മാർക്കറ്റിംഗ് ആണ്. അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു തുക കമ്പനി ചിലവഴിക്കുന്നുണ്ട്. ഓഫ്ലൈൻ സ്റ്റോറുകൾ അതിൻ്റെ സ്റ്റോറുകൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കമ്പനിക്ക് റവന്യൂ കൂടുന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് കൂടുന്നില്ല. കമ്പനി ഇപ്പോഴും ഗ്രോത്ത് മോഡിലാണ്, പക്ഷേ അത് പ്രോഫിറ്റ് മോഡിലേക്ക് എത്തിയിട്ടില്ല. കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ കൂടുന്നുണ്ട്. പ്രോഡക്റ്റുകൾ സ്വന്തം ബ്രാൻഡ് നെയിമിലാണ് അവർ വിൽക്കുന്നത്. കമ്പനിക്ക് കടം വളരെ കുറവാണ്. കമ്പനിയുടെ റവന്യൂ കൂടുന്നതുകൊണ്ട് തന്നെ കമ്പനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് അവർക്കുണ്ട്. അവരുടെ ബിസിനസ് മോഡലും സ്ട്രോങ് ആണ്. ഒരു വ്യത്യസ്തമായ ബിസിനസ് മോഡലാണ്. വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ബിസിനസ്സും കൂടെയാണ് അവരുടേത്. കമ്പനി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി. അതുകൊണ്ട് അവർ ധാരാളം പൈസ ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്പനിക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയാത്തത്, റവന്യൂ കൂടുന്നുണ്ടെങ്കിൽ. എല്ലാ വർഷവും തുടർച്ചയായി കമ്പനിയുടെ റവന്യൂ നല്ലോണം കൂടുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റിലേക്ക് എത്താത്തതാണ് സ്റ്റോക്ക് പ്രൈസ് കൂടാത്തതിൻ്റെ കാരണം. അപ്പം ഫ്യൂച്ചറിൽ കമ്പനി പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ മികച്ചൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ഫസ്റ്റ് ക്രൈ. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. വാച്ച് ചെയ്ത് കമ്പനി പ്രോഫിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.